ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് മക്കളെ, വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാനും ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ, ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒന്നിയും തള്ളിയും പോയിട്ടുള്ളൊരു ദിവസം അത്ര തന്നെ കേട്ടാ. ഇവിടുന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ അത്ര തന്നെ. അപ്പം നമ്മളെ യുദ്ധം രാവിലെ തന്നെ തുടങ്ങും കേട്ടോ, അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. സെയിം എല്ലാ ദിവസം ഇതുപോലെ തന്നെ കേട്ടാ. എന്തെങ്കിലും ഒരു നാസ്തയിൽ തുടങ്ങല ആദ്യത്തെ പരിപാടി. കിടക്കയിൽ എണീച്ചപാട് പോയിട്ട് ക്യാമറേൻ്റെ മുന്നിൽ പോയി നിൽക്കാന്നുള്ളൊരു പരിപാടി ഭയങ്കര ഇടങ്ങാറുള്ള കാര്യമായിട്ട് എനിക്ക്. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആയിട്ട് ഇത്. എന്നാലും ഒരു 9 മണി ആയതിനേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് ദോശ ഇട്ടിട്ട് ആ പരിപാടി അങ്ങ് തുടങ്ങട്ടെ. കാരണം മറിയും തൈക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറിയും ഞാൻ പകുതി ഒരുക്കിയിട്ട് ബാക്കി ഒരുക്കേണ്ട രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി തൈക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം ഇവക്ക് ദോശയൊക്കെ കൊടുത്തിട്ട് വേണം ബാക്കിയോളം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ രാവിലത്തെ നാസ്തക്ക് ദോശയും ചമ്മന്തി കേട്ടാ. അതിനിടയ്ക്ക് ഞാൻ ദോശനെ കൊണ്ട് ഒരു കളിക്കുന്നുണ്ട്. സാധാരണ മതിയാർക്കാവുന്നതാ. ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടോയെന്നറിയില്ല, വല്ലാണ്ട് കുരുണ്ട് പോന്നിട്ടാ. പിന്നെ ദോശയും ചട്നിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതിന് വേണ്ടി ഞാൻ തക്കാളി ചട്നിയായിട്ട് ഉണ്ടാക്കുന്നത്. തക്കാളി ചട്നി എന്ന് പറയുന്നത് ഉള്ളി ഇട്ടിട്ടുള്ളതല്ല കേട്ടോ. തേങ്ങയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും തൈരൊക്കെ ഇട്ടിട്ട് ഒരു ചട്നി ആക്കുമല്ലോ. അത് എല്ലാവരും ആക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആക്കും കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയിൽ ഉണ്ടാക്കലുണ്ട്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ. അപ്പോൾ ഞാൻ അതാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ദോശയും തക്കാളി ചട്നിയും എന്തെങ്കിലും ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനിടയ്ക്ക് പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ചുടുന്ന ദോശ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദോശയിൽ ഓയിലൊന്നും പുരട്ടാൻ കേട്ടോ ചുട്ടെടുക്കുന്നത്. കുറേ ഓയിലൊന്നും ഉപയോഗിച്ചിട്ട് എടുക്കുന്നില്ല. ദോശ പ്ലെയിനായിട്ട് തന്നെ ആക്കിയെടുക്കുന്ന. തലേ ദിവസം അരി അരച്ച് വെച്ചുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഇന്നൊരു ടെൻഷനും ഇല്ലാണ്ട് ഞാൻ എണീറ്റത്. കാരണം എന്തുണ്ടാക്കും എന്നുള്ളൊരു പേടിയും കാര്യങ്ങളും ഒന്നും ഇല്ലേനും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ അരി ഒന്നും അരച്ചൊന്നും വെക്കാണ്ട് പിറ്റേ ദിവസം അന്തം വിട്ട് നിൽക്കുന്ന സമയങ്ങളിലുണ്ട് കേട്ടോ, എന്തുണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഗോതമ്പ് ദോശയാക്കും, അല്ലെങ്കിൽ പത്തിലാക്കും, അരിപ്പൊടി ഉണ്ടെങ്കിൽ പത്തിലാക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യും കേട്ടോ. ഇത് എന്നും കൂടുതൽ ദിവസം ഞാൻ എന്തെങ്കിലും കരുതി വെക്കും കേട്ടോ, പിറ്റേ ദിവസത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കൂല. കാരണം 9:30 മണിയാകുമ്പോഴേക്ക് ഇവർ രണ്ടാളും പോകും. ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാം സെറ്റാക്കി എടുക്കും. 9 മണിക്ക് എന്തായാലും ഞാൻ ഇറങ്ങും കേട്ടോ. അതുവരെ മറിയുവിനെ ഒരുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവും എനിക്ക്. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്ത് കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ദോശ ചൂടാൻ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മറിയൂന് പിന്നെ ഫുഡ് വേണ്ടാന്നുള്ള കളിയെല്ലാം ഉണ്ട്. ഓളെ മുടിങ്ങൊക്കെ കണ്ടാത്തരും ഡ്രസ്സൊക്കെ ഇട്ടിനുള്ളൂ കേട്ടോ. മുടിയൊന്നും ചീകിനില്ല. അപ്പോൾ ഓലൊക്കെ പോയി മോളെ മുടിയൊക്കെ ചീകി കൊടുത്ത് എല്ലാം സെറ്റാക്കി കൊടുത്ത് പോയി കേട്ടോ. ഓല് പോയപ്പോൾ ഈ റൂമിൻ്റെ അവസ്ഥയാട്ടെ ഇത്. നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്ക്. ഇന്നലെ ഞാൻ അടിച്ച് വരെ തുടച്ചിട്ടതാ. ഇനിയിപ്പോൾ മാറ്റം ബൂതിയും നമുക്ക് ആദ്യത്തെ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കണം. കുട്ടികളുള്ളവർക്ക് തിരിയും കേട്ടോ എത്രത്തോളം ഒരു റൂമിൻ്റെ അവസ്ഥ ഉണ്ടാവുന്നു. ഇത് മൊത്തത്തിൽ കടലാസ കൊണ്ട് ചീന്തിയിട്ടതട്ടാ. അപ്പോൾ ഒന്നും ചിന്തിക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാം. അല്ലെങ്കിലുണ്ടല്ലോ ഇന്ന് ഇത് കാണും തോറും പിന്നെ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ഫീലായിരിക്കും. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് ഒരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ പരിപാടി കടങ്ങ് കഴിഞ്ഞ് പെട്ടെന്ന് ഇപ്പോൾ കാണുമ്പം ഭയങ്കര പെട്ടെന്നായിരിക്കും, പക്ഷേങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. സംഭവത്തിൽ ഞാനൊരു റൂമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. എൻ്റെ ബാക്കിയുള്ള റൂമിൻ്റെ അവസ്ഥ കണ്ട നിങ്ങൾ ഞെട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അലമ്പായിട്ടാണത്. അപ്പോൾ അതൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് കുറേ ടൈം എടുക്കുന്നത്. പിന്നെ ഈ റൂമിലേക്ക് ഞാൻ വന്നിട്ട് ഒരു 3 മാസമായിട്ടുണ്ട് കേട്ടോ. ഈ 3 മാസം കൊണ്ട് ഈ റൂമിന് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടാണ്. മൊത്തത്തിൽ വരഞ്ഞിട്ടിട്ട് ഒരു കളിയായിട്ടുണ്ട്. അപ്പോൾ കുറേ ഞാൻ പിടിച്ച് വെച്ചിട്ട് എന്നിട്ടൊന്നും അവർ കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് വിട്ടേട്ടാ. ഭാവിയിലെ ചിത്രകാരന്മാരൊക്കെ എന്തിനാ നമ്മൾ വെറുതെ നശിപ്പിക്കുന്നു? ചരിത്രത്തിൽ ചിത്രം വരക്കാൻ അമ്മ തമ്മേച്ചിനില്ല എന്നുള്ളൊരു പേര് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് വിട്ടിട്ടാ. പിന്നെ ഇത് ഉച്ചക്കത്തെ ഒരു ക്ലിപ്പാട്ടാ. ഇത് നമ്മൾ ഉച്ചക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചതിലുള്ളൊരു ക്ലിപ്പാണ്. ഉച്ചക്ക് ചോറ് പുറത്ത് നിന്നിട്ടാണ് കഴിച്ചത്. ഇത് പോരാത്തന്നെ ഇന്നലത്തെ ഞാൻ തിന്നൊരു വീഡിയോ അല്ല കേട്ടോ, കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചത്. ഇത് തായ്ക്കാൻ്റെ ബർത്ത്ഡേ എന്നുള്ള വീഡിയോ. അപ്പോൾ തായ്ക്കാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ഉച്ചക്ക് പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇത് നമ്മളെ റൂമിൻ്റെ അരിയെ തന്നെയുള്ളൊരു ഷോപ്പാട്ടാ. നല്ല ബിരിയാണിയാണ്. പിന്നെ നമ്മൾ നാട്ടിലത്തെ ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് പൂതിയാകുമ്പോണ്ടല്ലോ, നമ്മൾ കല്യാണ വീട്ടിലെല്ലാം ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇവിടെ പോയിട്ട് കഴിക്കലേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിരിയാണിയാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് അത്ര വിചാരിച്ച പോലെ കിട്ടൂലെങ്കിലും ചില സമയത്ത് നല്ല ബിരിയാണി ആയിരിക്കും. നമ്മളന്ന് കഴിക്കാൻ പോയ സമയത്ത് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേനു. പിന്നെ അതിൻ്റെ കൂടെ അവിടുന്ന് പപ്പടം, പിന്നെ നമ്മൾ സാലഡ്, അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മറിയൂ വലിയ താല്പര്യമൊന്നും ഇല്ല ഫുഡ് കഴിക്കാൻ. പൊതുവേ താല്പര്യം കുറവാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഓലെ രണ്ടാളും പാച്ചുവിനും തായ്ക്കും മറിയുവിനെ ഞാനും
അങ്ങനെ കൊടുത്തിട്ട് പെട്ടെന്ന് പിന്നെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കുറേ ടൈം എടുക്കും ഓലൊറ്റക്ക് തിന്നാന്നെല്ലാം പറഞ്ഞാൽ കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്താലേ വേഗം തിന്ന് കഴിയൂ. അതിൻ്റെ കൂടെ ഒരു പായസം ഉണ്ടായിരുന്നു കേട്ടോ. പായസം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല, ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല കേട്ടോ. നമ്മൾ വെറും മറ്റേ സാബൂനരി വെച്ചിട്ടുള്ളൊരു പായസം ഉണ്ടല്ലോ, അതാ കേട്ടോ, വെറും സാബൂനരി മാത്രം ഇട്ടിട്ടുള്ള. അതെനിക്ക് പൊതുവേ എനിക്കിഷ്ടമല്ല. ഈ അരിയും ഒന്നും ഇടാണ്ട് വെറും സാബൂനരി വെച്ചിട്ട് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാനത് കുടിച്ചിരുന്നില്ല. ഇവരെന്നെ ആരോ ഒരുത്തർ കുടിച്ചിനാ. അവിടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് തന്നെ ഇങ്ങ് പോകുന്നു കേട്ടോ. തൈകൾക്ക് വൈകുന്നേരം പിന്നെ ഷോപ്പിലേക്ക് വേഗം പോകണമല്ലോ, അതുകൊണ്ട് വേഗം പോന്ന്. പിന്നെ ഇതാ വന്നതിന് ശേഷം ഞാൻ പുറത്തൊക്കെ കുറച്ച് ക്ലീൻ ആക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീനാക്കി. ഭയങ്കര വെയിലേനും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് നോക്കണ്ട, ഞാൻ ഈ ഓടീന് കേട്ടോ. ഭയങ്കര വെയിലേനും. എന്നിട്ട് ഉള്ളിൽ പോയിട്ട് കുറച്ച് നേരം പുറത്തേക്കെല്ലാം നോക്കി തിന്നു. ഈ സമയത്ത് ഉറങ്ങലോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ഈ വൈകുന്നേരം സമയം ഉറങ്ങുന്ന പരിപാടികളൊന്നുമില്ല. പിന്നെ കാരണം ഉറങ്ങിയാൽ പിന്നെ എണീക്കാൻ തോന്നൂല. എണീച്ചാൽ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ. അവിടെ ഈ ഒരു ടൈമിലുള്ള ഉറങ്ങൽ പണ്ടേ നടക്കലില്ല. കുട്ടികൾ സമ്മതിക്കൂല കേട്ടോ. അപ്പം പിന്നെ ഇങ്ങനെ അങ്ങ് നടക്കും. എന്നിട്ട് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇക്കാക്ക് ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. തായ്ക്കാക്ക് വൈകുന്നേരം പോകുമ്പം ചായ കുടിക്കണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്നാക്സും അതുപോലെ തന്നെ കുറച്ച് ചായയും ആക്കാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും അപ്പം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ. സ്വതവേ ഞാൻ തായ്ക്കാക്ക് മാത്രം ആക്കി കൊടുക്കില്ല, എന്നിട്ട് ബയ്യെ നമ്മൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണിയൊക്കെ തിന്നുകൊണ്ട് ഞാൻ വിചാരിച്ച് പിന്നെ എല്ലാവർക്കും ഇപ്പം തന്നെ ചായ കുടിക്കാതെ വെച്ച്. കാരണം കുറച്ച് നേരത്തെ തിന്നതിനും ഫുഡ്. അപ്പോൾ പിന്നെ വേഗം തന്നെ ചായ വിശക്കുന്നുണ്ടേനും കുട്ടിയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും സ്നാക്സും ആക്കാം, അതിൻ്റെ കൂടെ തന്നെ ചായയും ആക്കിയിട്ട് എല്ലാവർക്കും ഒപ്പരം തന്നെ കഴിക്കാം. തായ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ ചായയൊക്കെ കുടിച്ചാൽ പിന്നെ നമ്മളങ്ങ് ഫ്രീ ആവുമല്ലോ എന്ന് വിചാരിച്ചേട്ടാ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എല്ലാം ആക്കിയെടുത്ത് എന്നിട്ട് പിന്നെ എല്ലാവർക്കും ഒന്നിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഞാൻ ചായ വെക്കുന്ന ടൈമിനുണ്ടല്ലോ, എൻ്റെ ചട്ടി ചെറുതായിട്ട് കുറച്ച് കൂടുതലായിട്ട് എണ്ണ ഭയങ്കരമായിട്ട് ചൂടായിന്. അപ്പോൾ ഫസ്റ്റ് എടുക്കൽ തന്നെ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മഞ്ഞളോ കളറോ ഒന്നും ചേർത്തിനില്ല. സാധാ കളർ ഒന്നും ചേർക്കാണ്ട് സാധാ നമ്മൾ പഴംപൊരിക്ക് സ്വതവേ ഉണ്ടാകുന്നൊരു കളർ ഉണ്ടല്ലോ, അത് മാത്രമേ ഇട്ടുള്ളൂ. കളറുകളൊന്നും ഞാൻ ചേർത്തിനില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിനില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഒരു നല്ലൊരു കളർ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിനില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ എല്ലാം ആക്കി കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇനി ചായ കുടിക്കാൻ പോന്നാം. പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കടിയാട്ടാ പഴംപൊരി എന്ന് പറയുന്നത്. അതെത്ര കഴിച്ചാലും എനിക്ക് ഒരു മടുത്തവും വരില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പക്ഷേ എപ്പോൾ നമ്മളത് കഴിക്കലെന്ന് വെച്ചാൽ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ ഞാനധികം ഉണ്ടാക്കലില്ല കേട്ടാ. ഇതിപ്പോൾ നല്ല പഴം എനിക്ക് കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ദിവസമെങ്കിലും പഴംപൊരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പഴംപൊരി. അത് എവിടെ പോയാലും പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ കഴിക്കുമ്പോഴല്ലോ എത്ര സ്നാക്സ് കണ്ടാലും ഞാൻ പഴംപൊരി എടുക്കാണ്ട് ഞാൻ വിടൂല. അപ്പോൾ ചായയെല്ലാം കുടിച്ചിട്ട് തായ്ക്ക പോയി കേട്ടാ. ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള പരിപാടി മറിയുവിനെ പഠിപ്പിക്കാൻ. ഓള് അങ്ങനെ പഠിക്കാൻ സ്കൂളൊന്നും പോകാൻ തുടങ്ങിയെങ്കിൽ പ്ലേ സ്കൂളാണ് പോകുന്നത്. അപ്പോൾ പ്ലേ സ്കൂളിൽ പോകുമ്പം ചെറുങ്ങനെ കുറച്ച് പഠിക്കാനുണ്ടാവും. ഞാൻ ഭയങ്കര കാര്യത്തിലൊന്നും പഠിപ്പിക്കലൊന്നുമില്ല കേട്ടാ. ഓള് അത്ര വയസ്സായതിനേ ഉള്ളൂ. ഓള് തുടങ്ങുന്നതല്ലേ ഉള്ളൂ, സ്കൂളൊന്നും ചേർത്തിനില്ലല്ലോ. അപ്പോൾ പിന്നെ ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും ഹോംവർക്കൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം പഠിപ്പിക്കും കേട്ടോ. പിന്നെ ഇവര് പ്രധാനമായിട്ട് പഠിക്കുന്നത് നമ്പേഴ്സ്, ഷേപ്സ്, കളേഴ്സ്, ലെറ്റേഴ്സ് അതൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ വലുതായിട്ടുള്ള പിന്നെ കൂട്ടി എഴുതലോ അങ്ങനെ വേർഡ്സും കാര്യങ്ങളോ ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് സിമ്പിളാട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. പക്ഷേങ്കിൽ ഇവർ ചെറുതായതുകൊണ്ടും ഇവളിപ്പോൾ പോകാനാകെ 2-3 മാസമായിനും തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പം ശരിയാവുമായിരിക്കും. ചില കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലാവാതെ തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മനസ്സിലാവാത്ത കുട്ടികൾക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ കുറച്ചും കൂടി നമ്പേഴ്സൊക്കെ പഠിപ്പിക്കാനുണ്ടല്ലോ, നമ്പേഴ്സ് ലെറ്റേഴ്സൊക്കെ പഠിപ്പിക്കാൻ കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ പിന്നെ നമ്മൾ മോണ്ടിസോറിയിലെ ഒരു മെറ്റീരിയൽ ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മോണ്ടിസോറി പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് മെറ്റീരിയൽസ് ഞാൻ കുറേ എൻ്റെ ട്രെയിനിങ്ങിനും ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഞാൻ എൻ്റെ ആവശ്യത്തിന്. അപ്പോൾ അതൊക്കെ ഞാൻ കളഞ്ഞിരുന്നില്ലേനും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ യൂസ് ആയിന്. കാരണം ഇവളെ ഇങ്ങനെ നമ്പേഴ്സൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ. ഇതുണ്ടാകുമ്പോൾ കുറച്ചും കൂടിയും ഓൽക്ക് എഴുതാനും അതുപോലെ തന്നെ വായിക്കാനും പിന്നെ ഇവൾക്ക് ഓർമ്മയിൽ നിൽക്കും കേട്ടോ. ഇങ്ങനത്തെ ചില മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെ കൊണ്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമ്പം
ഇവരെ മനസ്സിലേക്ക് കൂടുതലായിട്ട് നല്ല പോലെ പതിയുകയും ചെയ്യും. എത്ര അറിഞ്ഞൂടാത്ത കുട്ടികളും പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും വേണമെങ്കിൽ ഒന്ന് പറയട്ടെ, ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എന്തായാലും അമർത്തേട്ടാ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കമൻറ്റെങ്കിലും ചെയ്യുക കേട്ടോ, ഒരു ഹാർട്ടെങ്കിലും ചെയ്യുക. അതാകുമ്പം ഭയങ്കര സന്തോഷം കേട്ടോ അത് കാണുമ്പം. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.